3.5 ലക്ഷം ലിറ്റർ ഹൈ ക്വാളിറ്റിയിലുള്ള ടാങ്കൊക്കെ പണിത് മുകളിലൊക്കെ റൂഫൊക്കെ കൊടുത്ത് ഏതാണ്ട് 40 ലക്ഷം രൂപയോളം മുടക്കിയാണ് നമ്മളിത് ചെയ്തത്. ഫീഡ് കോസ്റ്റ് തന്നെ നമുക്ക് 150 രൂപയിൽ കൂടുതലാവും. പിന്നെ ഇലക്ട്രിസിറ്റിയും ബാക്കിയുള്ള മെയിൻ്റനൻസും സൂപ്പർവിഷനും ഇതിൻ്റെ മരുന്നുകളും എല്ലാം കൂടെ ഏതാണ്ട് ഒരു 200 രൂപയിൽ മുകളിൽ നമുക്ക് ചിലവാകും. റിട്ടേൺ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 5-6 ലക്ഷം രൂപയുടെ മീൻ ആദ്യത്തെ വർഷം വിറ്റു. ഒരു ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ആരും സക്സസ് ആയിട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇത് 20 പേരിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ പുറകിൽ കാണുന്ന സാധനങ്ങൾ എന്താണെന്നറിയുമോ? ഇതാണ് സാക്ഷാൽ ബയോഫ്ലോക്ക്. കേരളത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് കർഷകർക്കിടയിലേക്ക് കൊണ്ടുവന്ന കെട്ടിയിറക്കപ്പെട്ട ഒരു സാധനമാണ് ബയോഫ്ലോക്ക്. ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ കോടികൾ കർഷകർ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പലയിടത്തും കർഷകർ ഇത് കിടപ്പാടം വരെ വിറ്റിട്ട് ബയോഫ്ലോക്ക് ചെയ്ത് നഷ്ടത്തിലെത്തി. പിന്നീട് ബയോഫ്ലോക്കിനെ കുറിച്ച് കേട്ടിട്ടില്ല. ആ ഒരു മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പേര് പൈസ ഉണ്ടാക്കി, കുറേ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പോയതല്ലാതെ പിന്നീട് ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിൽ ബയോഫ്ലോക്ക് ചെയ്ത് സക്സസ് ആയ ഒരു കർഷകനെ പറ്റിയിട്ട്? ഒരിടത്തുമില്ല. അത്തരത്തിൽ ഒരുപാട് പണം, ഏകദേശം 40 ലക്ഷം രൂപയോളം തുലച്ച ഒരു കർഷകൻ്റെ ഒരു കൃഷിയിടമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഇതൊക്കെ പൊളിച്ച് മാറ്റി ഓടി രക്ഷപ്പെട്ടു. ഈ കർഷകൻ ഇതിവിടെ ഇങ്ങനെ നാച്ചുറലായിട്ട് തന്നെ ഒരു പോണ്ടാക്കി നിലനിർത്തി മീൻ കൃഷി നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ബയോഫ്ലോക്കിൻ്റെ പരാജയം, അതിനൊപ്പം തന്നെ അദ്ദേഹം നേരിട്ട കുറച്ച് ദുരനുഭവങ്ങൾ, ഇത് ഒക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത് പൂർണ്ണ പരാജയമാണ്. ഇപ്പോഴും ഇതിനെ പലരും പ്രോത്സാഹിപ്പിച്ച് ബയോഫ്ലോക്ക് വലിയൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കർഷകർക്കിടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടപെടേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൊണ്ട് എത്ര പോണ്ടുകളാണെന്ന് നോക്കൂ. ഇവിടെ ഒരു പ്രദേശം നിറച്ച് ഈ ബയോഫ്ലോക്ക് തന്നെ ചെയ്തു. അത് ലക്ഷങ്ങളുടെ ടാങ്കാണ് ഇവിടെ ഉള്ളത് മൊത്തം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം നമ്മൾ നേരെ കർഷകനെ പരിചയപ്പെടുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ കൂടി ഇതിനകത്ത് പങ്കുവയ്ക്കും. പേര് മാത്യു. ഇത് സ്ഥലം ഉപ്പുതോട്, ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ ബാച്ചിൽ ബയോഫ്ലോക്ക് ചെയ്ത 20 കർഷകരിൽ ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഒരു വേരിഫിക്കേഷനിലോ ഇത് 20 പേരിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഞാൻ ഫ്ലോക്ക് കുറച്ചിട്ട് നാച്ചുറൽ പോണ്ടായിട്ട് അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ തന്നെ ഇത് വളർത്തുന്നത്. നമ്മളിത് 2 യൂണിറ്റായിട്ട് ബയോഫ്ലോക്ക് ചെയ്ത് ഏതാണ്ട് 3.5 ലക്ഷം ലിറ്റർ ഹൈ ക്വാളിറ്റിയിലുള്ള ടാങ്കൊക്കെ പണിത് മുകളിലൊക്കെ റൂഫൊക്കെ കൊടുത്ത് ഏതാണ്ട് 40 ലക്ഷം രൂപയോളം മുടക്കിയാണ് നമ്മളിത് ചെയ്തത്. അത് ഈ ബയോഫ്ലോക്ക് ടെക്നോളജി കേരളത്തിൽ മുഴുവൻ കൊട്ടിഘോഷിക്കപ്പെട്ടപ്പോൾ അത് ഭയങ്കര ഒരു സക്സസ് ആണെന്നും അതുപോലെ തന്നെ പല വീഡിയോസും കണ്ട് അതിൽ നിന്നൊരു ആവേശം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യകാലത്ത് ഇതൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. സബ്സിഡൈസ്ഡ് റേറ്റിൽ ഇലക്ട്രിസിറ്റി കിട്ടുമായിരുന്നു. അതുകൂടാതെ മീൻ കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് തരുമായിരുന്നു. ഫീഡിന് ഒരു 40% സബ്സിഡി കിട്ടുമായിരുന്നു. ഇതെല്ലാം ഇപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിൻവലിച്ചു. അപ്പം ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇലക്ട്രിസിറ്റിയുടെ ഫ്ലക്ച്വേഷനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ പവറിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ ഫീഡ് കോസ്റ്റ് അത് കഴിഞ്ഞിട്ട് 3-4 തവണ നമ്മൾ മീൻ തീറ്റയുടെ വില കൂടി. അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് 10 വർഷത്തേക്ക് തരാമെന്നൊക്കെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് തരുന്ന അതവർ നിർത്തി. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനും സർക്കാരിനും കാശില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വന്നിട്ട് അവർ പുതിയ പ്രോജക്റ്റുകൾ ധാരാളം കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ല നിലയിൽ നടത്തുന്ന എക്സിസ്റ്റിംഗ് ഇവർക്ക് യാതൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. വല്ലപ്പോഴും വന്നൊന്ന് സന്ദർശിക്കുക, അതല്ലാതെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഇത് ചെയ്തവരെല്ലാവരും തന്നെ കുത്തുവാള എടുത്തു. എല്ലാവരും തന്നെ പോണ്ട് റിമൂവ് ചെയ്തു. ഈ 20 ബയോഫ്ലോക്കിൽ 2 മാക്സിമം 2 കാണും. ബാക്കിയുള്ളടുത്ത് പോണ്ട് പോലും ഇല്ല. ആ ഫെസിലിറ്റി തന്നെ ആൾക്കാർ റിമൂവ് ചെയ്തു. 10 വർഷത്തേക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്ത പ്രോജക്റ്റുകളാണ്. ഒരു കിലോ ഫിഷിനെ നമുക്ക് കിട്ടണമെങ്കിൽ 2-2.5 കിലോ ഫീഡെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫീഡ് കോസ്റ്റ് തന്നെ നമുക്ക് 150 രൂപയിൽ കൂടുതലാവും. പിന്നെ ഇലക്ട്രിസിറ്റിയും ബാക്കിയുള്ള മെയിൻ്റനൻസും സൂപ്പർവിഷനും ഇതിൻ്റെ മരുന്നുകളും എല്ലാം കൂടെ ഏതാണ്ട് ഒരു 200 രൂപയിൽ മുകളിൽ നമുക്ക് ചിലവാകും. മീൻ കുഞ്ഞുങ്ങളുടെ ഇതെല്ലാം കൂടെ. അപ്പോൾ 250 രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നഷ്ടം വരത്തില്ല. 250 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലാരും തിലോപ്പിയ വാങ്ങിച്ച് കഴിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ലോ ഡെൻസിറ്റിയിൽ ഫ്രഷ് വാട്ടറിൽ വളർത്താൻ തുടങ്ങി. അത് വലിയ തരക്കേടില്ലാതെ വളരുന്നുണ്ട്. ഗിഫ്റ്റാണ് വളരുന്നത്. നമ്മൾ പെല്ലറ്റ് ഫീഡാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. പെല്ലറ്റ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ചയുണ്ട്. നമ്മുടെ തിലോപ്പിയയ്ക്ക് ചെളിമണമില്ല, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇനിയും കൂടുതലായിട്ട് ഇത് ഒരു ബ്രീഡിങ് സ്റ്റോക്കായിട്ട് ഡെൻസിറ്റി കുറച്ചിട്ട്
ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ഇതിപ്പം 10 പോണ്ടാണ് ടോട്ടൽ ചെയ്തിരിക്കുന്നത്. 10 പോണ്ടിനും കൂടെ നമുക്ക് ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഇട്ട് എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ കൂട്ടിയിട്ട്. അതിൻ്റെ അകത്ത് എത്ര രൂപ റിട്ടേൺ കിട്ടി? റിട്ടേൺ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 5-6 ലക്ഷം രൂപയുടെ മീൻ ആദ്യത്തെ വർഷം വിറ്റു. ബയോഫ്ലോക്ക് പരാജയമായി എന്ന് പറയാൻ കാരണം എന്താ? ബയോഫ്ലോക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ പവറിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലമാണ്. കാരണം എന്ന് വെച്ചാൽ ഇടുക്കിയിലൊക്കെ നമുക്ക് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പവർ ഫെയിലിയർ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലോവറൊക്കെ ഓടിക്കണമെങ്കിൽ 3 ഫേസ് നമ്മളിപ്പം 2 HP 6 ബ്ലോവറാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ 3 ഫേസ് കണക്ഷൻ വേണം. അതുകൂടാതെ അല്ലെങ്കിൽ അതിനുള്ള ജനറേറ്റർ സപ്പോർട്ട് വേണം. ഒരാഴ്ചയൊക്കെ കറണ്ട് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജനറേറ്റർ സപ്പോർട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലല്ല. പിന്നെ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് ആൾക്കാരുടെ ഇൻ്റർവെൻഷൻ വേണം. അപ്പോൾ തന്നെ വന്ന് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യണം. നൈറ്റിലൊക്കെ റിസ്ക് ആണ്. ആദ്യ കാലത്ത് നമുക്കൊരു 10-60 കിലോ മീൻ അങ്ങനെ ഒരു രാത്രി വേണ്ടി ഒരൊറ്റ പോണ്ടിൽ തന്നെ ചത്തുപോയായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റമേ ഒരു പരാജയമാണോ? അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം പരാജയം. ഇങ്ങനെ നമുക്ക് 24 hours പവർ കൊടുക്കാൻ പറ്റിയ ലോ കോസ്റ്റ് പവർ ഉണ്ടെങ്കിൽ അത് പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. സിസ്റ്റം പ്രൂവണാണ്. കാരണം അത് പല വിദേശ രാജ്യങ്ങളിൽ സക്സസ്ഫുള്ളായിട്ട് നടത്തി പോയിക്കൊണ്ടിരിക്കുന്നതുമാണ്. നമുക്കിവിടെ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇടുക്കി ജില്ലയിൽ 20 പ്രോജക്റ്റിൽ 19 പൂട്ടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് ബൾക്കായിട്ട് ഇപ്പം വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ അതിൽ നമുക്കൊരു 180 രൂപ ഒക്കെ കിട്ടുകയുള്ളൂ. 180 രൂപയ്ക്ക് നമുക്കിത് മുതലാവില്ല. ഒരു കോസ്റ്റൊക്കെ ആവുള്ളൂ. ഒരു 250 രൂപയെങ്കിലും കിട്ടണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ അവർ 250 രൂപയ്ക്കൊക്കെ മീൻ മേടിക്കാൻ വില്ലിങ്ങാണ്. ഇത് 10 ഡയാമീറ്ററിൻ്റെ ഇതിനകത്ത് 1 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളും. ഒരു 1.35 ഹൈറ്റും 10 ഡയാമീറ്റർ ഇതുള്ളതാണ്, ചുറ്റളവും ഉള്ളതാണ്. അപ്പം ഇതിനകത്തൊരു 1 ലക്ഷം ലിറ്റർ കൊള്ളും. ഇതിന് തന്നെ എനിക്കൊരു 2 തൊട്ട് 2.5 ലക്ഷം രൂപ വരെ ഇതിന് മാത്രം പോണ്ടിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രം ചിലവായിട്ടുണ്ട്. അങ്ങനെ മുകളിൽ പിന്നെ 6 ഡയാമീറ്ററിൻ്റെ ഒരു 6 പോണ്ട് വേറെയുണ്ട്. പിന്നെ ചെറിയ പോണ്ടുകളിൽ ഒരു 4 എണ്ണം. അങ്ങനെ 11 പോണ്ടാണ് നമുക്ക് ടോട്ടലുള്ളത്. കേരളത്തിൽ ആരെങ്കിലും ഇത് ചെയ്ത് സക്സസ് ആയിട്ടുണ്ടോ? ആദ്യകാലത്തൊക്കെ ചെറിയ തലത്തിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സോളാറൊക്കെ വെച്ചിട്ട് 1-2 പോണ്ട് ചെയ്യുന്നവർക്കൊക്കെ സക്സസ് ആയിരുന്നു. അല്ലാതെ ഒരു ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ആരും ഇത് സക്സസ് ആയിട്ട് ചെയ്തെടുത്തിട്ടില്ല, കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സക്സസ് സ്റ്റോറി ഒന്നും ഈ അടുത്ത കാലത്തെങ്ങും കേട്ടിട്ടില്ല. കുറച്ചുകൂടെ നമുക്ക് മീൻ വളർത്തുന്ന നാച്ചുറൽ പോണ്ട് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ സാധാരണ പടുതാക്കുളങ്ങൾ തന്നെയാണ് നല്ലത്. ഏറ്റവും നല്ലത് നാച്ചുറൽ പോണ്ടാണ്. കാരണം ഓക്സിജൻ്റെ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. സാധാ പടുതാക്കുളത്തിൽ ഓക്സിജൻ കൊടുത്താലും മീൻ വളരും. ബയോഫ്ലോക്ക് വേണമെന്നില്ല.